ശ്രീനാരായണ ഗുരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു ഒരു ആദർശത്തിൻ്റെ വ്യക്തിത്വമാണ്. അതായത് ഞാനിവിടെ കേട്ടുള്ള എല്ലാവരും ഞാൻ പഠിച്ചുള്ള ബുക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്വൈതത്തെ ജീവിത പദ്ധതിയായി രൂപാന്തരപ്പെടുത്തിയ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്വൈതത്തെ ജീവിത പദ്ധതിയായി രൂപാന്തരപ്പെടുത്തിയ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. മലയാളക്കരയിലെ ജാതിമത വർഗ വർണ്ണ വേർതിരിവുകളെ എതിരെ പോരാടിയ ഈശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. സാഹിത്യകാരനായും ചരിത്രകാരനായും തത്വചിന്തകനായും സാമൂഹിക പരിഷ്കർത്താവായും സന്യാസി വര്യനായിട്ടുമാണ് ശ്രീനാരായണ ഗുരുദേവനെ ചരിത്ര താളുകളിൽ തങ്കലിപികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകജനതയുടെ നേരാവഴി കാട്ടുന്ന ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്ത ശിവഗിരി തീർത്ഥാടനം 92ാമത് വർഷം ആഘോഷിക്കുമ്പോഴും ഏറെ പ്രസക്തമായി നിലകൊള്ളുന്നത് ഗുരുദേവൻ ആഹ്വാനം ചെയ്ത മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അഷ്ടലക്ഷ്യങ്ങളാണ്. അവതാരപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനവും ലക്ഷ്യവും സാമൂഹ്യ പരിവർത്തനം തന്നെയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ച മാതിരി വിദ്യാഭ്യാസം. ഇന്ന് വിദ്യാഭ്യാസത്തെ പറയുകയാണെങ്കിൽ 10-21 ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് വളരെ ചുരുക്കി പറയാണ്, ഇന്ന് 12ാം ക്ലാസ് പഠിച്ച് പാസ്സാകുന്ന ഒരു കുട്ടി നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് ഒരു കാര്യം. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോഴും അവന് പല വാസനകളും പല പാഷനും എല്ലാം ഉണ്ടാവും. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്ന, അത് വളർത്തുന്ന ഒരു സമ്പ്രദായ രീതിയല്ല ഇന്ന് വിദ്യാഭ്യാസത്തിലുള്ളത്. ഇന്ന് 5ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 5ാം ക്ലാസ് മുതൽക്ക് വരെ പാഠപുസ്തകങ്ങളെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് കേൾക്കുമ്പോൾ ഇറങ്ങി ഞെട്ടിപ്പോകും. ഞാൻ വിദേശ വിദ്യാലയങ്ങളിലൊക്കെ ഞാൻ സന്ദർശിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ 11ാം ക്ലാസ് വരെ പഠിക്കുന്ന ഞാൻ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ ഉടനെ നമുക്ക് വരാൻ പറ്റില്ല. അത് അധ്യാപകന്മാർ വളരെ അധ്വാനിക്കേണ്ട ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും അത്. പക്ഷേ 5ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ കുട്ടികളെ ജീവിതത്തിൽ എങ്ങനെ ജീവിത പങ്കാളികളാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കണം. അതാണ് ആ വിദ്യാഭ്യാസ രീതി. ഇപ്പം ഞാനൊരു സ്കൂളിൽ പോയപ്പം 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി ബാർഗെയിൻ ചെയ്ത് ബിസിനസ് ചെയ്യിപ്പിക്കുകയാണ്. ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണ്. കുട്ടികളൊക്കെ ഓരോ സാധനങ്ങളും വില ചോദിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം പങ്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കുട്ടിക്കുണ്ടാവുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അവന് ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ രീതിയിലാണ്, ഏത് അഡ്രസ്സിലാണ് എഴുതുന്നത് പഠിപ്പിക്കുകയാണ്. അടുത്ത ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടികളെ ഒരു ഡോക്ടർമാരെ എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. അവർ പേഷ്യൻറ്റിന് എന്തെല്ലാം വേദനകൾ എന്തുണ്ടെന്ന് അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് വെറും പാഠപുസ്തകങ്ങളിൽ നിന്നല്ലാതെ പ്രായോഗിക രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് ഇത്രയും കുട്ടികളോട് ബന്ധപ്പെട്ടതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് സംവരണം ചെയ്യണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിക്ക് നമ്മുടെ മഠം തന്നെ ആദ്യം മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഈ സ്കൂളുകളുണ്ട്, ഇവിടെ എത്രയോ സ്കൂൾ, മഠത്തിൻ്റെ കീഴിലുള്ള എത്രയോ സ്കൂളുകളുണ്ട്. അവരെ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരെ വാസനകൾ. ഇപ്പോൾ ഒരു സംഗീതം പഠിക്കുന്ന കുട്ടിയെ ചിലപ്പോൾ SLCക്ക് ചിലപ്പോൾ അവന് മാത്സിൽ മാർക്ക് ഉണ്ടാവില്ല, അവൻ തോറ്റുപോകും. ഇപ്പോൾ യേശുദാസ് ഇന്ന് SLCക്ക് പാസ്സാകാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ കാരണം അദ്ദേഹത്തിൻ്റെ മാത്സിൻ്റെ അസൗകര്യം കൊണ്ട്. അതേസമയത്ത് യേശുദാസിനെ അവരുടെ
പിന്നെ സംഗീതജ്ഞാനത്തിൽ ഒരു PhD വെച്ച 10 PhD അദ്ദേഹത്തിന് പാസ്സാകാൻ പറ്റും. അപ്പം കുട്ടികളെ വാസനക്കനുസരിച്ച് വിദ്യാഭ്യാസം ഇല്ല എന്ന ഒരു രൂപം ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടാകണം എന്ന് എൻ്റെ സങ്കല്പത്തിൽ മാത്രമല്ല പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കാരണം നമുക്ക് പല കലാകാരന്മാരെയും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഒരു ആനുവൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള കലാകാരന്മാർ എത്ര കുട്ടികളാണ്, എന്തെല്ലാം കലാപരമായ കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. ആ കലാകാരന്മാരായി വളർത്തിയാൽ ഏറ്റവും നന്നായിട്ടുണ്ടായിരിക്കും. അവരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിപ്പിച്ച് അവരെ സമയം പോക്കേണ്ട കാര്യമില്ല. എത്ര അഡ്വക്കേറ്റുമാരുണ്ട്, എത്ര സ്വാമിമാരാകാൻ പറ്റും, എത്ര കവികളാക്കാൻ പറ്റും, എത്ര IAS ഓഫീസറാക്കാൻ പറ്റും, എത്ര സാഹിത്യകാരന്മാരാക്കാൻ പറ്റും. അങ്ങനെ അവരെ കഴിവുകളെ മനസ്സിലാക്കി അവരെ 5-ാം ക്ലാസ് മുതൽക്ക് അവരെ ആ രീതിയിൽ വളർത്തുന്ന ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ടുണ്ടാവും എന്ന ഒരു അഭിപ്രായമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സംഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കുള്ള സംഘടന മാത്രമേ ശരിക്കും സംഘടനകളാകാൻ പറ്റൂ. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചറിവുള്ള ഒരു വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ സംഘടനകളും നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സംഘടനയിലെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവ് സ്വന്തം ഡെഡിക്കേറ്റ് ആയിരിക്കണം. സ്വന്തം സ്വാർത്ഥതെല്ലാം കളഞ്ഞ് ജീവിതത്തിൽ മുഴുവനും ഡെഡിക്കേറ്റ് സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സംഘടന കെട്ടി ജീവൻ കളയുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ആവശ്യം. അതാണ്, അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ സംഘടന ഉണ്ടാകും. ഇവിടെ പിന്നെ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ സംഘടനാ നേതാവുണ്ടെങ്കിൽ, മറ്റുള്ള വലിയ നേതാവായിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വിജയം കാണുന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരുടെ ഉപദേശങ്ങളും കാര്യങ്ങളാണ്. നിസ്വാർത്ഥമായ സേവനമാണ്. ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ സംഘടനാപരമായി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേലെ നിൽക്കുന്ന നിസ്വാർത്ഥമായ പ്രവർത്തനം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ആ സംഘടനയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ വലുതായി നന്നായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സംഘടനകൾ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടെത്തണം. അതാണ് സംഘടനയിൽ ഏറ്റവും പര്യാവലിക്കേണ്ട ഒരു കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈശ്വരവിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ അവാച്യമായ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് നമ്മളെ എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന ആ ശക്തി നമ്മളെ വിശ്വസിക്കണം. അതായത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമുക്കുണ്ട്. അത് നമുക്ക് ഗുരുവായി കാണാം, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ആ രൂപത്തിൽ കണ്ട് അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ചിന്തകളും എല്ലാം തന്നെ അത് അറിയുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് കാര്യങ്ങളും എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ശക്തി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ചതിക്കാൻ പറ്റുകയില്ല. അത് കാണും. അതിൻ്റെ അവസാനം നിങ്ങൾ അതായത് ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായും തിരിച്ചടിക്കും. നമ്മുടെ ജീവിതത്തെ അവസാന കാലത്ത് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്ര പരോപകാരം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം ഉണ്ടാവുക. തിരിച്ച് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റവരെ അപഹരിച്ചിട്ടുണ്ടെങ്കിലും, അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നേതൃസ്ഥാനത്ത് നിന്ന് നമ്മൾ മറ്റവരൊക്കെ ചതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ മറ്റുള്ള മര്യാദ കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവസാനം വേദനിക്കുന്ന ഒരവസ്ഥ അവനുണ്ടായിരിക്കും. ഇത് ജനറലായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കണം. ഈശ്വരവിശ്വാസം അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ചിന്തകളും എല്ലാ കാര്യങ്ങളും നന്മ നിറഞ്ഞ ഒന്നായിരിക്കണം. നന്മ നിറഞ്ഞാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാധീനം ഉണ്ടാവൂ. അങ്ങനെയുള്ള ദൈവാധീനമുള്ളവർ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലുത്. അതാണ് ഈശ്വരവിശ്വാസം. പിന്നെ ഞാൻ നീട്ടുന്നില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ന് വിദ്യാഭ്യാസത്തിൽ പറയുമ്പോൾ ഏറ്റവും വേദനിക്കുന്നൊരവസ്ഥ ഞാൻ എപ്പം പറയാറുണ്ട്. ഇന്ന് ഡ്രഗ്സ്, മയക്കുമരുന്ന്. ഇന്ന് ഓരോ കുട്ടിയുടെയും ക്ലാസ്സിൽ വരുമ്പോൾ ഓരോ കുട്ടിയുടെയും ബാഗ് പരിശോധിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. ഒരു ബാഗിൽ 2, 5, 10 പാക്കറ്റുകൾ കാണും. ആരാണ് ഈ പാക്കറ്റ് ചെയ്യുന്നത്? അവിടുത്തെ അടുത്തുള്ള കച്ചവടക്കാരും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അതെന്ത് ചെയ്യണം? അതെങ്ങനെ തിരുത്താൻ പറ്റും? പിന്നെ അവിടുത്തെ അധ്യാപകന്മാർക്ക് മാത്രം മാറ്റുക പറ്റുകയില്ല. നിങ്ങൾ രക്ഷിതാക്കന്മാർക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് രക്ഷിതാക്കന്മാർ? നമ്മളെ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ
1 മണിക്കൂറെങ്കിലും അവരോട് ഇരുന്ന് സംസാരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഒരു കുട്ടി വീട്ടിൽ വന്നാൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് കുട്ടീനെ അകന്നു നിൽക്കുന്ന അച്ഛനമ്മ ഗൗരവത്തിലിരിക്കാതെ അവരോട് ഒരു സുഹൃത്തെന്ന രീതിയിൽ അവരുടെ വിചാരങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു സമയം എടുത്തുകൊണ്ട് ആ സമയത്ത് അവരോട് ഒരു സ്നേഹത്തിനോട് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ തത്ത പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. അവൻ ആരോട് ഭക്ഷണം കഴിച്ചു, ആരോട് സംസാരിച്ചു, ആരോടൊക്കെയാണ് അവർ മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ ആരാണ് ഇവൻ, നല്ല ഏത് വഴിക്കാണ് ഇവൻ പോകുന്നത്. ഇവൻ്റെ സുഹൃത്തുക്കളെ പറ്റി നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഓരോ കുട്ടികളെയും നമ്മൾ അവരെ കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി അവരുടെ വിചാരങ്ങളെ ഏറ്റെടുത്ത് അവരെ സ്നേഹത്തോടു കൂടി അവരെ സ്നേഹിക്കാൻ നമ്മളുണ്ട് എന്ന് കഴിഞ്ഞാൽ അവർ തെറ്റും ചെയ്യില്ല. അതാണ് എൻ്റെ അവർ ഞാനൊന്നും ആളല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ആരും നോക്കുന്നില്ല ഒരു മാനസിക അവസ്ഥ വരുമ്പോൾ മാത്രമേ അവൻ അകന്നു പോകുന്നുള്ളൂ, അവൻ മോശക്കാരനാകുന്നുള്ളൂ. അതുകൊണ്ട് അവരെ സ്നേഹിച്ചും വാത്സല്യത്തോടു കൂടിയും എന്ത് വികൃതി ഉണ്ടെങ്കിലും അവനെ തല്ലാതെ അടിക്കാതെ അവനെ നല്ല വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി അവനെ സന്തോഷിപ്പിച്ച് അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായും ആ കുട്ടി നന്നാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. പിന്നെ അങ്ങനെ ആ മയക്കുമരുന്ന് ഉള്ള കുട്ടികളെ അത് ഇല്ലാതാക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർ ഏറ്റവും ശ്രമിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ കാശ് കുട്ടികളെ കൈ കൊടുക്കാതെ അവരെപ്പോഴും എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതായത് ഒരു നല്ല പട്ടം പറപ്പിക്കുമ്പോൾ ഏറ്റവും ഉയർത്തി അവരെ പറപ്പിക്കണം. പക്ഷേ അതിൻ്റെ ഒരു നൂല് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അതെവിടെയെങ്കിലും തെങ്ങുമ്മലോ മറ്റോ തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് വലിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി നാം വന്ന് തയ്യാറായിരിക്കണം. നമ്മളെ കയ്യിലൊരു നൂല്, ആ പട്ടത്തിൻ്റെ നൂല് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ആ കുട്ടീൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിൽ എപ്പോൾ ഉണ്ടായിരിക്കണം, അത് വിടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തെ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ ഏറ്റവും നല്ല ആത്മീയ ചിന്താഗതി ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആത്മീയ ചിന്തയുള്ള കുട്ടികൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലോകത്തിന് നമുക്ക് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പിന്നെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാ വകുപ്പുകളും പറയാവുന്നുണ്ട്. കൃഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏറ്റവും ഒരു വീട്ടിൽ ഏത് വീട്ടിലും 10 സെൻറ്റ് സ്ഥലമില്ലാത്ത കുറവുണ്ടാവില്ല. ആ 10 സെൻറ്റ് സ്ഥലത്ത് ഞാൻ മദ്രാസിൽ കാണുന്ന കാര്യങ്ങൾ, ബിൽഡിങ്ങിലും മേലെ മണ്ണിട്ടിട്ട് അവിടെ ചെടി വളർത്തുന്ന കാര്യം, പച്ചക്കറി സാധനങ്ങൾ വളർത്തുന്ന കാണാം. അത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതേസമയം നമ്മളെ വീട് അടുത്ത് ശരിക്കുള്ള സ്ഥലങ്ങൾ മുഴുവനും പച്ചക്കറി സാധനങ്ങൾ ഉണ്ടാക്കിയാൽ ആദ്യത്തെ കൃഷിയിൽ ആദ്യത്തെ പഠനം അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായോഗിക രീതിയിലുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാർ അതൊക്കെ അതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു ജീവിതത്തെ നമുക്കതിൽ പുതിയ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ പുതിയൊരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനമാകട്ടെ, അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ ഇവിടെ ഉണ്ടാകും. അതൊക്കെ സത്സത്വം ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ആരവം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ പഠിച്ചു പോകുന്നത് മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തുക. അപ്പോഴാണ് നമ്മൾ ഗുരുദേവൻ്റെ യഥാർത്ഥ ഭക്തനായി തീരുക. അങ്ങനെ ഓരോരുത്തരും ഗുരുദേവൻ്റെ യഥാർത്ഥ ഭക്തനായി തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.